ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് പ്രത്യേക മോഡലിലൊക്കെയാണ് വന്നേക്കുന്നത്. എന്താ സംഭവം എന്നറിയാവോ? ഒരു 25 ബിരിയാണി വേണം, അരമണിക്കൂറും കൊണ്ട് റെഡിയാണ്. അതിനുള്ള പെടാപ്പെടപ്പിലാണ്. ദേ കണ്ടോ, ബിരിയാണി ഉണ്ടാക്കാനുള്ള അരി ചേച്ചി ഇവിടെ നിപ്പുണ്ട്. ഭയങ്കര തിരക്കാണ്. ഞങ്ങൾ രണ്ടുപേരും കൂടിയാണ് ബിരിയാണി ഉണ്ടാക്കുന്നത്. ഇത് എന്തേരം അരിയാ? 2.5 കിലോ ബിരിയാണി അരിയാണ്. കഴുകി എടുത്തു കൊണ്ടുവന്ന് വെച്ചേക്കുന്നതാണ്. ഇനി ഇത് നമ്മൾ തയ്യാറാക്കുന്നത് എങ്ങനെയാന്ന് കാണിക്കാം. അടിപൊളി ബിരിയാണിയാണേ. ബിരിയാണി ചോറ് വെക്കാൻ വേണ്ടി നമ്മളൊരു വലിയ ചെമ്പ് അടുപ്പ് വെച്ചിട്ടുണ്ട്. അതിനകത്തേക്ക് എന്തൊക്കെ സാധനം ഇട്ടെന്ന് ചേച്ചി പറഞ്ഞു തരും. ഗ്രാമ്പു, കറുവപ്പട്ട, ഏലക്ക, ബേലീഫ്, നാരങ്ങ, ഉണക്ക നാരങ്ങയാണ് ഇട്ടേക്കുന്നത്. പച്ച നാരങ്ങയാണ് ഇടേണ്ടത്. നമ്മൾ ഉണങ്ങിയതാണ് വെറൈറ്റി ആയിട്ട്. അപ്പൊ ഇതാ വെള്ളം വെട്ടി തിളയ്ക്കുന്നുണ്ട്. അപ്പൊ വെള്ളത്തിന്റെ അളവൊക്കെ നിങ്ങളോട് പറയാം. 1 ഗ്ലാസ് അരിക്ക് 2 ഗ്ലാസ് വെള്ളമാണ് ചേർക്കേണ്ടത്. നെയ്യ് ചേർക്കുന്നുണ്ട്. എന്തായാലും നെയ്യാ ചേർത്തത്. 2, 3, 4 സ്പൂൺ നെയ്യ് ചേർത്ത് 5 സ്പൂണ് നെയ്യ് ചേർത്തിട്ടുണ്ട്. ഇത് നമ്മളുടെ ഒരു കണക്ക് നമ്മൾ പറഞ്ഞതേ ഉള്ളൂ. നമുക്കിതൊക്കെ അറിയാം. ഒരുപാട് നാളായി ഒരു ബിരിയാണി, അരമണിക്കൂർ ബിരിയാണി ഉണ്ടാക്കുന്നത് കാണിക്കണം എന്ന് വിചാരിച്ചിട്ട് ഇന്നാണ് നടന്നത്. ബിരിയാണി ഉണ്ടാക്കുന്നുണ്ട്, പക്ഷെ വീഡിയോ എടുക്കാനൊന്നും സമയമില്ല. അതുകൊണ്ടാണ് വെള്ളമൊക്കെ വെട്ടി തിളയ്ക്കുന്നുണ്ട്. അതിൻ്റെ അകത്തേക്ക് നമ്മളിതാ കഴുകി കുതിർത്ത് വെച്ച അരി കുടഞ്ഞിടുന്നുണ്ട്. തോണ്ടി ഇതൊരു 25-26 പേർക്ക് കൊടുക്കാൻ പറ്റും. ഇനി ഇത് മൂടി വെച്ച് എടുത്ത് വരാം വേവിച്ച്. 25 ബിരിയാണിക്കുള്ള സബോളയാണ് കുനുകുനാന്നരിഞ്ഞത്. കുറച്ച് തിരക്കാണ്. 3 മണിയാകുമ്പോൾ ഒരു 25 ബിരിയാണി റെഡി ആവണം. അതിനു വേണ്ടി തിരക്കാണ്. അളഞ്ചാമ്പുളിഞ്ച ഇതാ സബോള മുറിച്ചിരിക്കുന്നു. ഒരു 2.5 കിലോ സബോളയുണ്ട്. കച്ചമ്പറിനും എല്ലാത്തിനും കൂടെ കൂട്ടിയിട്ടുള്ളതാണ്. ഇതിനി നമുക്ക് മസാലയാക്കി എടുത്തു വരാം. തക്കാളി ഒരു 1.5 കിലോ തക്കാളി ഉണ്ട്. ബിരിയാണിക്ക് വേണ്ടിയിട്ടുള്ള തക്കാളി അരിഞ്ഞ് റെഡിയാക്കി വന്നിട്ടുണ്ട്. ഇനി ഇതും കൂടെ 2 ഉള്ളിയും ഇതും കൂടെ കൂട്ടി മസാലയാക്കി എടുക്കണം. നമുക്ക് പെട്ടെന്ന് വേണം. ഒരു 25 ബിരിയാണി ഒരു ഓർഡറാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇനി മസാലയാക്കുന്നത് നിങ്ങളെ കാണിക്കാം. ചിക്കൻ തിരുമ്മി വെക്കണം മസാലയൊക്കെ ഇട്ട്. ഇത് ഇഞ്ചി പേസ്റ്റ്, വെളുത്തുള്ളി പേസ്റ്റ്, മുളക് പൊടി, കുരുമുളക് പൊടി, പിന്നെ എന്താ, പെരുംജീരകം, ഉപ്പ്, വിനാഗിരി, ഇതെല്ലാം. വിനാഗിരിക്ക് പകരം പിന്നെ നാരങ്ങ ചേർക്കാൻ നല്ലത് കേട്ടോ. എനിക്ക് പിഴിയാൻ സമയമില്ല, നമുക്ക് സമയമില്ല. പെട്ടെന്നുള്ള ഇതാണ്. അപ്പോൾ അരമണിക്കൂറിനുള്ളിൽ ബിരിയാണി ആക്കി കൊടുക്കണം. അതിന് വേണ്ടിയിട്ടാണ്. പാത്രം ഒന്നും കണ്ടിട്ട് ആരും ഒന്നും പറയണ്ട. മസാല എല്ലാം കൂടെ കൂട്ടി ഇളക്കുന്നുണ്ട്. എല്ലാം ഓരോ സ്പൂണാണ് എടുത്തേക്കുന്നത്. അതിൻ്റെ കൂടെ അങ്ങോട്ട് ചിക്കനും കൂടി ഇട്ട് അങ്ങ് പെരകുവാണ്. എന്നിട്ട് ഇനി ഇത് വറക്കുമല്ലേ? ഇത് വറക്കുന്നത് കാണിക്കാം കേട്ടോ. ഇത് തിരുമ്മി ഒരു 10 മിനിറ്റ് നേരം നമ്മൾ വെക്കുന്നുള്ളൂ. അരമണിക്കൂറൊക്കെ വെച്ചാൽ നല്ല മസാലയൊക്കെ പിടിക്കും. അപ്പം നമ്മൾ 10 മിനിറ്റ് വെക്കുന്നുള്ളൂ. അരമണിക്കൂർ കൊണ്ട് ബിരിയാണി ആകണം. അതുകൊണ്ട് കണ്ടോ, ഇതിനകത്തേക്ക് കുറച്ച് സാധനങ്ങളൊക്കെ ഇടുന്നുണ്ട്. വെളുത്തുള്ളി, ഇഞ്ചിയും കൂടെ. എന്തൊക്കെയാണ്? ഒരു 2 സ്പൂൺ സാജീരകം ഇട്ടു, 2 സ്പൂൺ പെരിഞ്ജീരകം ഇട്ടു. ഇനി അതൊന്ന് ക്രഷ് ചെയ്യാം കേട്ടോ. അപ്പൊ ഫ്രണ്ട്സ്, ഇതാ ചിക്കന് തിളച്ചു മറിയുന്ന എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഈ ചിക്കനും കൂടെ പൊരിച്ച് കോരി എടുക്കാം നമുക്ക് ബിരിയാണിക്കുള്ളത്. ചിക്കൻ എന്തേലും ചേച്ചി? 2.5 കിലോ ചിക്കനാണ് നമ്മൾ എടുക്കുന്നത്. 2.5 കിലോ അരിക്ക്. കേട്ടോ, നല്ല വലിയ പീസാണ്. എന്നാലല്ലേ നമുക്ക് മീൻ കിട്ടുള്ളൂ. അപ്പൊ ഇത് അണ്ടിപ്പരിപ്പ് ഇട്ടു, പൊരിയുന്നുണ്ട്. എല്ലാവരും ഈ ബിരിയാണി ഉണ്ടാക്കി നോക്കണേ, അടിപൊളിയാണ്. മുന്തിരി ഇവിടെ വറുത്ത് കോരി വെച്ചിട്ടുണ്ട്. ഉള്ളിയുടെ മുകളിലോട്ട് ഇട്ടു. അണ്ടിപ്പരിപ്പും കൂടെ മുപ്പിച്ച് അതിന്റെ മുകളിലോട്ട് അങ്ങോട്ട് ഇട്ട് കൊടുത്തു. അപ്പൊ നമ്മുടെ ഉള്ളിയൊക്കെ ഇതേ. അപ്പൊ നമ്മുടെ ബിരിയാണി ഇതാ പൊട്ടിക്കാൻ പോവുകയാണ്. ആവി പറക്കും ബിരിയാണി. ദേ കണ്ടോ, അടിപൊളി ബിരിയാണിയാണ്. എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കണം. ദേ ഇനി നമ്മൾ ഇത് പാക്ക് ചെയ്യും. ഇപ്പോൾ അത് നാരങ്ങ പാക്ക് ചെയ്യുന്നൊന്നും നിങ്ങളെ കാണിക്കുന്നില്ല കേട്ടോ, സമയമില്ല. ഇത് ഇപ്പോൾ കൊടുക്കാനായി. അപ്പോൾ ദേ ബിരിയാണി
അപ്പോൾ നമ്മുടെ ബിരിയാണിക്കകത്തേക്ക് ഇത് അണ്ടിപ്പരിപ്പ്, മല്ലിയില, പുതിനയില ഇതെല്ലാം കൂട്ടി ഇളക്കി ഇനി നമ്മൾ സെറ്റായി. അണ്ടിപ്പരിപ്പ് ഇടാൻ പോകുന്നതേ ഉള്ളൂ കേട്ടോ. ഞാൻ അണ്ടിപ്പരിപ്പ് ഇട്ടെന്ന് പറഞ്ഞ്. ഇതാണ് അണ്ടിപ്പരിപ്പും നമ്മൾ നേരത്തെ വറുത്തത്. ഇതെല്ലാം കൂടെ ഇതിനകത്തേക്ക് ഇടുവാണ്. അപ്പോൾ എല്ലാവരും ലൈക്കും കമൻറ്റും ഒക്കെ തന്ന് ഞങ്ങളെ വിജയിപ്പിക്കണം. കരയുന്നൊന്നുമില്ല, അത് സമയത്തിന് കൊടുക്കാൻ പറ്റാതെ വരുമോ എന്നൊരു ടെൻഷനായിരുന്നു. എല്ലാം ഭംഗിയായി. അപ്പോൾ ഈ വീഡിയോ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം. അടിപൊളി വീഡിയോയാണ്. അപ്പോൾ പുതിയൊരു വീഡിയോ ആയി വരുന്നവരെ എല്ലാവർക്കും ബൈ ബൈ.